നെസ്ലെ കിറ്റ്കാറ്റിൻ്റെ ഏറ്റവും പുതിയ റാസ്ബെറി ചോക്ലേറ്റ് കോട്ടഡ് വേഫറാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് 2 ഫിംഗറിൻ്റെ എനർജി 62 കിലോ കാലറീസാണ്. എൻ്റെ സൈഡിൽ കണ്ടോ, ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേപ്പർ ബോക്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ താഴെയായിട്ട് റാസ്ബെറി ചോക്ലേറ്റ് കോട്ടഡ് വേഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ചോക്ലേറ്റിൻ്റെ വില 120 രൂപയാണ്. 63 ഗ്രാമാണ് ക്വാണ്ടിറ്റി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിലവർ നാച്ചുറൽ റാസ്ബെറി അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇനി തുറന്നു നോക്കാം. ഈ ഒരു പേപ്പർ ബോക്സ് കവർ തുറക്കുവാണ്. അത് തുറക്കുമ്പോൾ ഉള്ളിലായിട്ട് കണ്ടോ, അലുമിനിയം ഫോയിൽ കവർ, നല്ല ഗോൾഡൻ കളറിൽ സിൽവർ നിറത്തിൽ കിറ്റ്കാറ്റ് എന്ന് എഴുതിയ അലുമിനിയം ഫോയിൽ കവറിൽ റാപ്പ് ചെയ്ത രീതിയിലാണ് മുട്ടായി ഇരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം മുട്ടായികളിലെല്ലാം, മെയിൻലി ചോക്ലേറ്റ്സിലെല്ലാം ഇതുപോലെയുള്ള അലുമിനിയം റാപ്പിംഗ് വരാറുണ്ട്. ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ നമുക്ക് എങ്ങനെയാണ് തുറക്കുന്നതെന്ന് നോക്കാം. ചിലതിൽ സിൽക്കിൻ്റെ ചില മുട്ടായിലൊക്കെ അവർ ജസ്റ്റ് സീൽ ചെയ്യാതെയും അതുപോലെ തന്നെ ഒട്ടിക്കാതെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ അവർ സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, മുട്ടായി ചേർന്ന് ടൈറ്റായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കീറിയെടുക്കുക എന്നുള്ളതേ വഴിയുള്ളൂ, അല്ലാതെ അത് തുറന്നു വരത്തില്ല. അലുമിനിയം ഫോയിൽ പേപ്പർ തുറന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചോക്ലേറ്റാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കിറ്റ്കാറ്റിൻ്റെ ഇങ്ങനൊരു രീതിയിലുള്ളൊരു മുട്ടായി. അവർ പുതിയതായിട്ട് ഇറക്കിയതാണ്. വേറെ ചോക്ലേറ്റ്സിലും ഇങ്ങനൊരു പാറ്റേൺ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും അവതാറിലൊരു പാറ്റേണുമായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നി. അതിൽ നീലയ്ക്ക് പകരം ഒരു ചോക്ലേറ്റും സ്ട്രോബെറി ഷേക്കിൻ്റെ നിറവും കൂടെ മിക്സ് ചെയ്ത് വന്നാൽ എങ്ങനെയിരിക്കും, അങ്ങനെയാണ്. ഇത് തണലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെയിലത്ത് കണ്ടോ, വെയിലത്ത് വെക്കുമ്പോഴും തണലത്തും നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. വെയിലത്ത് വെക്കുമ്പോൾ ആ ഒരു കളറും ചോക്ലേറ്റിൻ്റെ കളറും നല്ല ഭംഗിയാണ്. ഇതാണ് ചോക്ലേറ്റിൻ്റെ ബാക്ക് സൈഡ്. അവിടെ സ്ട്രൈപ്സ് ഒന്നുമില്ല, പ്ലെയിൻ ആണ്. കണ്ടോ, ഇത് തണലാണ്. വെയിലത്തോട്ട് വരുമ്പോൾ വേറൊരു ഭംഗിയാണ്. കിറ്റ്കാറ്റ് എന്ന് ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഏകദേശം കിറ്റ്കാറ്റിൻ്റെ എല്ലാ മുട്ടായിലും അവർ കിറ്റ്കാറ്റ് എന്ന് ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി പൊട്ടിയിരുന്നതാണ് കേട്ടോ. അകത്ത് വെച്ചിട്ട് പൊട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, അകത്ത് വേഫറുണ്ട്. ചോക്ലേറ്റ് വേഫർ പോലെയാണ് കാണുന്നത്. ഇടയ്ക്ക് ചോക്ലേറ്റിൻ്റെ ക്രീമും കാണുന്നുണ്ട്. പുറമേ ആയിട്ട് റാസ്ബെറിയും ചോക്ലേറ്റും മിക്സ് ചെയ്ത പാറ്റേണും ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ഫിംഗർ പോലെ അല്പം നീളമുള്ള ഫിംഗറിന് തന്നെ 2 സെക്ഷനായിട്ടുണ്ട്. ഈ കൊച്ചാണോ അവർ ഫിംഗർ എന്ന് പറയുന്നത്, നീളത്തിന് ഈ ഒരു ഒറ്റ സെഗ്മെൻറ്റിനെയാണോ ഫിംഗർ എന്ന് പറയണതെന്ന് എനിക്കറിയത്തില്ല. ഈ പർട്ടിക്കുലർ മുട്ടായിൽ നമുക്കിതിൻ്റെ ആ ഓരോ കിറ്റ്കാറ്റെന്ന് ഇംപ്രിൻ്റ് ചെയ്തത് നമുക്ക് ബ്രേക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഒരെണ്ണം ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫ്ലേവറാണ്. റാസ്ബെറി ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സ്ട്രോബെറിയും, അതായത് സ്ട്രോബെറി ജാമും ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു ടേസ്റ്റായിട്ടാണ് തോന്നിയത്. ശരിക്കും ഒരു പ്രത്യേക ബെറിയുടെ മണം ഉണ്ടായിരുന്നു. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്ട്രോബെറിയുമായിട്ടാണ്. പക്ഷേ സ്ട്രോബെറിയുടെ അത്രയ്ക്കുള്ളൊരു മണമല്ല, അതിൻ്റെ ഒരു മൈൽഡ് സ്മെല്ല് വിത്ത് സ്ട്രോബെറിക്കുള്ള പോലത്തെ ചെറിയൊരു പുളിപ്പും എല്ലാമുള്ള. പുളിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പുളിപ്പായിട്ട് തോന്നുന്ന, ഭയങ്കര പുളിപ്പായിട്ട് തോന്നുകയല്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് ചോക്ലേറ്റിൽ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു മണവും അതുപോലെ തന്നെ ടേസ്റ്റും നമുക്ക് വായിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണമാണ്. നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ തുറക്കുമ്പോഴേ നല്ല മണമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ കടിച്ചുകൂടെ തിന്നു കേട്ടോ. കിറ്റ്കാറ്റ് കഴിക്കേണ്ട നിയമസംഹിതയിൽ ശരിക്കും ഇങ്ങനെ കഴിക്കുന്നത് ഒരു വലിയ പാപമാണ്. എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ്. നെസ്ലെ കിറ്റ്കാറ്റ് ഏറ്റവും പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. സോ എല്ലാവരും വാങ്ങുക. അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിലും പ്രീമിയം ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കിട്ടുന്ന എല്ലാ കടകളിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. സോ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും അതുപോലെയുള്ള സ്നാക്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.